ഇത് തലയുടെ വിളയാട്ടം. കേരളം മാത്രമല്ല, അങ്ങ് വിദേശത്തും അങ്ങനെ ലാലേട്ടൻ കളക്ഷൻ തൂക്കി മുന്നേറുകയാണ്. ഹൈദരാബാദിലും കേരളത്തിലും ലാലേട്ടന്റെ പിള്ളർ തൂക്കിയെന്നാണ് ഛോട്ടാ മുംബൈയുടെ കണക്കുകൾ പറയുന്നത്. അതെ, റീ റിലീസിൽ ഒന്നാമനായി നിൽക്കുകയാണ് ഛോട്ടാ മുംബൈ. തിയേറ്ററുകൾ കുലുക്കി ലാലേട്ടൻ മാജിക്ക്. തലയും പിള്ളേരും അങ്ങ് പൊളിച്ചെടുക്കുന്നതാണ് കാണുന്നത്. ഛോട്ടാ മുംബൈ നേടിയിരിക്കുന്ന കണക്കുകൾ ഇപ്പോൾ ഞെട്ടിക്കുന്നതാണ്. മോഹൻലാൽ നായകനായി വന്ന ഹിറ്റ് ചിത്രമാണ് ഛോട്ടാ മുംബൈ. മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദാണ് ചിത്രം സംവിധാനം ചെയ്തത്. 2007 ഛോട്ടാ മുംബൈ പുറത്തിറങ്ങിയത്. ചിത്രം 4K ഡോൾബി അറ്റ്മോസ് സാങ്കേതിക മികവോടെയാണ് തിയേറ്ററുകളിൽ വീണ്ടും എത്തിയിരിക്കുന്നത്. വൻ ഉത്സവ പ്രതീതിയിലാണ് മോഹൻലാൽ നായകനായ ഈ ചിത്രം വീണ്ടും എത്തിയിരിക്കുന്നത്. മഴയൊന്നും ഒരു പ്രശ്നമേയല്ല. തിയേറ്ററുകളെല്ലാം ഫുള്ളായി തന്നെയാണ് ഇപ്പോൾ ഷോകൾ നടക്കുന്നത്. ഓപ്പണിംഗിൽ മലയാളം റീ റിലീസുകളിൽ മോഹൻലാലിന്റെ തന്നെ സ്ഫടികത്തിന്റെയും മണിച്ചിത്രത്താഴിന്റെയും മുന്നിലാണ് ഛോട്ടാ മുംബൈ ഇടം പിടിച്ചിരിക്കുന്നത്. വല്യേട്ടനെയും ദേവദൂതനെയും വീഴ്ത്തിയാണ് ചിത്രം കളക്ഷനിൽ മുന്നേറുന്നത്. അത്ഭുതപ്പെടുത്തുന്ന സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത്. ആഗോള ബോക്സ് ഓഫീസിൽ ഇതുവരെ 4 കോടിക്കടുത്താണ് ഛോട്ടാ മുംബൈ നേടിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മോഹൻലാൽ അൻവർ റഷീദ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ഛോട്ടാ മുംബൈ റീ റിലീസ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ തന്നെ ആരാധകരും ആവേശത്തിലായിരുന്നു. ആ ആവേശം ഇപ്പോഴും തുടരുകയാണ്. 2007 പുറത്തെത്തിയ ഈ ചിത്രം 2025 എത്തുമ്പോൾ എങ്ങനെയുണ്ടാകുമെന്ന പ്രേക്ഷകരുടെ ആകാംക്ഷ തന്നെയാണ് അതിനു പിന്നിലുള്ളത്. എന്നാൽ ജൂൺ 6 റിലീസ് ചെയ്ത ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മുന്നേറുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. വൻ ഉത്സവ പ്രതീതിയിലായിരുന്നു ചിത്രം വീണ്ടും എത്തിയത്. റീ റിലീസുകളുടെ ഓപ്പണിംഗിൽ മോഹൻലാലിന്റെ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ മലയാളത്തിൽ ഇനിയും കൂടുതൽ ഷോകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റീ റിലീസിൽ റെക്കോർഡുകളിൽ ഇനിയും ഛോട്ടാ മുംബൈ തന്നെ കളക്ഷൻ തൂത്തുമാരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. മാത്രമല്ല, ഛോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും ഗാനങ്ങൾക്കുമെല്ലാം ഇന്നും ആരാധകർ ഏറെയാണ്. തിയേറ്ററുകളിൽ അവർ ഇതൊക്കെ ആഘോഷിക്കുന്ന വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കൊച്ചിക്കാരെയും പാപ്പാഞ്ഞിയെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ ബെന്നി പി നായരമ്പലമാണ് രചിച്ചത്. മോഹൻലാൽ മാത്രമല്ല, ചിത്രത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഇന്നും ആഘോഷമാക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.